ഹെസക്കിയേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ, അവൻ ദൈവത്തിൻ്റെ ദർശനം കണ്ടവനാ, ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഉള്ളവനാ, ദൈവശബ്ദം അവൻ തിരിച്ചറിയുന്നവനാ. ആ പ്രവാചകൻ ദർശനം കണ്ടപ്പോൾ കവിണ് വീഴാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ അടുത്ത ലെവൽ ഓഫ് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. എന്താ അവൻ കാണുന്നത്? ഒരു വലിയ അസ്ഥി താഴ്വര. ഞാൻ പറയട്ടെ, ലോകത്തിൽ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും മനോഹരമായൊരു താഴ്വരയല്ല ദൈവനെ കാണിച്ചത്. ഒരു അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന താഴ്വര കാണിച്ചു. എന്ന് പറഞ്ഞാൽ അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന താഴ്വര. ഒരു മനുഷ്യൻ്റെ കൈയും കാലും തലയോടും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര വാട്ട് വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് അത് കൈയെടുക്കാറില്ല. നമ്മളൊരു ഭയത്തോടെയാണ് അതിന് കാണുന്നത്. അതൊക്കെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണ്. അതിന് ജീവിക്കുമെന്ന് ചോദിച്ചാൽ എസെക്കിയേൽ പറയുന്ന ഉത്തരമേ നമ്മളും പറയത്തുള്ളൂ. എന്നാൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിന്നെ അടുത്ത ലെവൽ ഓഫ് മിനിസ്ട്രിയിലേക്ക്, അടുത്ത തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ദർശനം കണ്ടപ്പോൾ കവിണ് വീഴുവാൻ അവൻ തയ്യാറായതുകൊണ്ട്, അവൻ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ട്, ദൈവത്തിൻ്റെ കരം അവനോട് കൂടെയുണ്ടെന്ന് ഒരു ബോധ്യം അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അടുത്ത ലെവലിലേക്ക് ആമീൻ പറയുവാൻ ദൈവം അവനെ സഹായിച്ചെന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രി, നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രയർ, നെക്സ്റ്റ് ലെവൽ ഓഫ് അനോയിന്റിങ്, നെക്സ്റ്റ് ലെവൽ ഓഫ് പവർ, ആ തലത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ദൈവം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാൻ, കർത്താവേ, നീ സകലതും നന്നായിട്ട് അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവദാസൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? മാനുഷികമായ ബുദ്ധിയാൽ അതൊരിക്കലും സംഭവിക്കുക അസാധ്യം. എന്നാൽ ആ ഭൗമികമായ ശക്തിയാൽ അത് സംഭവിക്കാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ബുദ്ധി കൊണ്ട് അത് സംഭവിക്കത്തില്ല. സഹോദരി, നിന്റെ ബുദ്ധി കൊണ്ട് അത് സംഭവിക്കത്തില്ല. അച്ഛാ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അത് സംഭവിക്കത്തില്ല. പിശാച് പറയും നടക്കത്തില്ല, നിങ്ങളുടെ ബുദ്ധി പറയും നടക്കത്തില്ല, സ്നേഹിതർ പറയും നടക്കത്തില്ല, നെയ്ബേഴ്സ് പറയും നടക്കത്തില്ല, കൊളീഗ്സ് പറയും നടക്കത്തില്ല, നിന്റെ ഫ്രണ്ട്സ് പറയും നടക്കത്തില്ല. പക്ഷെ ആ ഭൗമികമായ ശക്തി, അത്യന്തമായ ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരിക്കലും നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, സാധ്യതകളില്ലാത്തതിന്മേൽ ദൈവശക്തി നിഴലിടുമ്പോൾ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്.